അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023-24 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ 2ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ മാതാവ്, പിതാവ് എന്നിവ നൽകിയിട്ടുണ്ട്. താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് മാതാവ് എന്നാണോ അല്ല പിതാവ് എന്നാണോ ചേർത്ത് എഴുതേണ്ടത്, അവ നമ്മൾ നോക്കി വൃത്തിയായി അത് ചേർത്ത് എഴുതുക. ചോദ്യം 1, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു. ഇവിടെ പിതാവ് എന്നതാണോ ഉത്തരം, മാതാവ് എന്നതാണോ ഉത്തരം? നമുക്ക് ചോദ്യം കേട്ടാൽ തന്നെ മനസ്സിലാകും പിതാവ്. അപ്പോൾ പിതാവ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 2, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി തരുന്നു. മാതാവ്. ചോദ്യം 3, വേദനിച്ചു പ്രസവിച്ചു. മാതാവ്. ചോദ്യം 4, 10 മാസത്തോളം ഗർഭം ധരിച്ചു. മാതാവ്. 5, ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നു. ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നു. പിതാവ്. ചോദ്യം 6, രോഗമായാൽ നമുക്ക് മരുന്ന് വാങ്ങിത്തരുന്നു. പിതാവ്. ചോദ്യം 7, ഭക്ഷണം പാകം ചെയ്യുന്നു. മാതാവ്. ചോദ്യം 8, പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നു. പിതാവ്. ഇനി ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം അതബുള്ള കുട്ടിക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. താഴെ കൊടുത്ത ഭാഗങ്ങളിൽ അതബുള്ള കുട്ടിയാണെങ്കിൽ അതിന് നേരെ ശരി എന്ന് അടയാളപ്പെടുത്തണം. നമുക്ക് നോക്കാം. റഷാദ് മോൻ രാവിലെ നേരത്തെ ഉണർന്നു. ഇത് അതബുള്ള കുട്ടിയാണ്, ശരിയെന്ന് അടയാളപ്പെടുത്തണം. ചോദ്യം 2, റഷീദ് മോൻ മദ്രസയിൽ വൈകിയെത്തുന്നു. ഇവിടെ അതബുള്ള കുട്ടിയല്ല, അതുകൊണ്ട് തെറ്റ് എന്നാണ് അവിടെ ഇടേണ്ടത്. ചോദ്യം 3, റാഷിദ് മോൻ ചങ്ങാതിയോട് സലാം പറഞ്ഞു. ശരിയാണ്, അഥവാ അതബുള്ള കുട്ടിയാണ്. ചോദ്യം 4, അർഷദ് മോൻ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ശരിയാണ്, അഥവാ അതബുള്ള കുട്ടിയാണ്. ചോദ്യം 5, മുർഷിദ് മോൻ സലാം മടക്കിക്കൊണ്ട് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ള എന്ന് പറഞ്ഞു. ശരിയാണ്, അതബുള്ള കുട്ടിയാണ്. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം അർത്ഥമെഴുതാം എന്നതാണ്. ഇവിടെ ചോദ്യം നൽകിയിട്ടുണ്ട്. ചോദ്യം 1, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഇതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം നമുക്ക് പകർത്തി എഴുതാം എന്നതാണ്. ഇവിടെ ചില വാചകങ്ങൾ നൽകിയിട്ടുണ്ട്, അത് അതുപോലെ പകർത്തി എഴുതണം. 1, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. 2, പഠനോപകരണങ്ങൾ. 3, വളരെ അധികം സ്നേഹിക്കണം. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, ഇമാം നവവി റളിയല്ലാഹു അൻഹുയുടെ പേര്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര്. ഉത്തരം യഹ്യ ബിനു ഷറഫ്. അദ്ദേഹത്തിൻ്റെ പേര് യഹ്യ ബിനു ഷറഫ്. ചോദ്യം 2, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? നമുക്ക് നോക്കാം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി. ഉത്തരം നിൻ്റെ ഉമ്മയോട്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥ. ആ കഥയിൽ നിന്നാണ് ചോദ്യം വരുന്നത്.
ആ കഥയിലെ ഉത്തരമാണ് എഴുതേണ്ടത്. ചോദ്യം 1, ഉമ്മയുടെ പ്രാർത്ഥന. ഈ കഥയിൽ അഥവാ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥയിൽ ഉമ്മയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം: അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. ചോദ്യം 2, വെള്ളവുമായി നിൽക്കുകയായിരുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചത്. വെള്ളവുമായി നിൽക്കുകയായിരുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചത്. ഉത്തരം: മകനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? മകനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? ചോദ്യം 3, ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞ മറുപടി. ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞ മറുപടി. ഉത്തരം: അതെ ഉമ്മ, ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതായിരുന്നു. അതെ ഉമ്മ, ഉണർന്ന ഉടനെ വെള്ളം തരാം എന്ന് കരുതി നിന്നതായിരുന്നു. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.